ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് പോണ്ടയിലെ ശ്രീനാരായണ ഗുരു മന്ദിരത്തിൻ്റെ 7ാമത് പുനഃപ്രതിഷ്ഠാ വാർഷികാഘോഷമാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ടാണ് നമ്മൾ പോകാനായിട്ട് നമുക്കിവിടെ മപ്സേന്ന് ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും യാത്ര ബസ്സിലാണ്. എല്ലാവരും എന്ന് പറയുന്നില്ല, രാവിലെ പോകാൻ പറ്റുന്നവർ ബസ്സിൽ, ബാക്കിയുള്ളവർ അവരവരുടെ വണ്ടിയിലും വരും. അങ്ങനെ ഇന്നത്തെ നമ്മുടെ യാത്ര ബസ്സിലാണ്. രാവിലെ ഒരു 8:30 ആയപ്പോഴത്തേക്ക് ബസ് പുറപ്പെട്ടു. 8 മണിക്ക് പുറപ്പെടുമെന്ന് പറഞ്ഞിട്ട് ബസ് പുറപ്പെട്ടത് 8:30-ക്കാണ്. എല്ലാവരും എന്ന് പറഞ്ഞില്ല, കുറച്ച് പേര്, ഞാനടക്കം കേട്ടോ, എത്തിച്ചേരാൻ കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ 8:30 ആയപ്പോഴാണ് ബസ് പുറപ്പെട്ടത്. അങ്ങനെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് ഘോഷയാത്ര ഉണ്ട്. നമ്മളെല്ലാവരും ചെന്നിട്ട് ഘോഷയാത്ര അവിടെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഘോഷയാത്ര തുടങ്ങാൻ എന്തായാലും 10 മണിയാകും. നമ്മളൊക്കെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു 10 മണിയൊക്കെ ആകും. അത്രയും ദൂരം ഉണ്ടല്ലോ മപ്സിന്ന് പോകണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും അവിടെ എല്ലാവരും വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലായിരുന്നു എല്ലാവരും. നമ്മൾ ഇച്ചിരി ലേറ്റായി. ഇതൊരു ഹനുമാൻ ക്ഷേത്രമാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ഘോഷയാത്ര തുടങ്ങുന്നത്. ഗുരുമന്ദിരത്തിൽ നിന്നല്ല. ഗുരുമന്ദിരം എന്ന് പറയുന്നത് മലമുകളിൽ ഒരു അമ്പലം, അതാണ് യഥാർത്ഥത്തിൽ മലയുടെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണ് നമ്മുടെ ഗുരുമന്ദിരം. അപ്പോൾ എന്തായാലും കയറ്റം കയറാൻ, നമ്മൾ ഘോഷയാത്രയായിട്ട് കയറ്റം കയറാൻ ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാ വർഷവും ഈ ഹനുമാൻ അമ്പലത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇവിടെ നിന്ന് നേരെ നമ്മൾ ബസ് സ്റ്റാൻഡ് വരെ പോകും. ബസ് സ്റ്റാൻഡ് എടുക്കുക, സർക്കിളിൽ നിന്ന് കറങ്ങി തിരിച്ചിവിടം വരെ വരും. നമുക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നാട്ടിലൊക്കെ ഘോഷയാത്രയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഗോവയിൽ വന്നിട്ട് നമ്മൾ മലയാളികളെല്ലാം കൂടെ ഒത്തുചേർന്ന് ഗുരുദേവനൊരു അമ്പലം പണിയുക, അവിടെ ഘോഷയാത്ര വെക്കുക, അതൊക്കെ ഒരു സന്തോഷമായ ഒരു നിമിഷമാണ്. അതെല്ലാം ഗുരുദേവൻ്റെ ഒരു കടാക്ഷം കൊണ്ട് മാത്രമാണ്. പിന്നെ നമ്മൾ മലയാളികളുടെ ഒരു ഒത്തൊരുമയാണ്. എല്ലാവരും കൂടെ കൂട്ടായിട്ട് നിന്നിട്ട് എല്ലാ വർഷവും, ഒരു വർഷമല്ല എല്ലാ വർഷവും, ഇത് തന്നെ 7ാമത് പുനഃപ്രതിഷ്ഠാ വാർഷികാഘോഷമാണ് നമ്മൾ കാണിക്കുന്നത് തന്നെ. ഇത് മാത്രമല്ല, എല്ലാ വർഷവും ഓണത്തോടനുബന്ധിച്ച് ചതയദിനാഘോഷവും സംഘടിപ്പിക്കാറുണ്ട്. അതിലെല്ലാം നമുക്കും വന്നു ചേരാനും പങ്കെടുക്കാനും എല്ലാം സാധിക്കാറുണ്ട്. അതിലൊക്കെ ഒരുപാട് ഭാഗ്യവും സന്തോഷവും ഉണ്ട്. അതെല്ലാം ഗുരുദേവൻ്റെ ഒരു കൃപാകടാക്ഷം കൊണ്ട് മാത്രമാണ്. അതെല്ലാം നമ്മുടെ വിശ്വാസമാണ് എല്ലാവരുടെയും. അതുകൊണ്ടാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ വന്നു ചേരുന്നതും ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതും എല്ലാം. ജനുവരി 26 തിങ്കളാഴ്ചയായിരുന്നു പുനഃപ്രതിഷ്ഠാ വാർഷികാഘോഷം കേട്ടോ. അപ്പോൾ ഡേറ്റ് പറഞ്ഞാൽ വിട്ടുപോയി, അതുകൊണ്ടാണ് ഇപ്പം പറയുന്നത്. പ്രതിഷ്ഠാ വാർഷികാഘോഷം മാത്രമല്ല ഇന്നിവിടെ നടക്കുന്നത്. രാവിലെ ഘോഷയാത്ര, അത് കഴിഞ്ഞ് പ്രഭാഷണം, അത് കഴിഞ്ഞ് ആഹാരം, അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഗ്രാൻഡ് ഫിനാലെയാണ്. റിതം ഗ്രാൻഡ് ഫിനാലെ 5 സീസൺ, അതായത് യുവജന സംഘടന നടത്തുന്ന റിതം എന്ന പരിപാടിയാണ്. റിതം ഡാൻസും പാട്ടും എല്ലാം മത്സരമാണ്. അപ്പോൾ അതിൻ്റെ ഫിനാലെയാണ് ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് മനോഹരമായ ഡാൻസും പാട്ടും ഒക്കെ കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ആ ഒരു സന്തോഷം കൂടി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഗ്രാൻഡ് ഫിനാലയിൽ ഫസ്റ്റ് പ്രൈസ് ആർക്കായിരിക്കും കിട്ടുക എന്നൊക്കെയുള്ള ആകാംക്ഷ എല്ലാവരിലും കാണും. റിതം സീസൺ 5ൻ്റെ ഗ്രാൻഡ് ഫിനാലെയാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. മൊത്തം 2 റൗണ്ടുകളായിരുന്നു. ആദ്യത്തെ ഒരു റൗണ്ട് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടാണ് ഗ്രാൻഡ് ഫിനാലെ ആയിട്ട് ആഘോഷിക്കുന്നത്.
ഘോഷയാത്രയൊക്കെ അങ്ങനെ കഴിഞ്ഞ് നമ്മൾ നേരെ അമ്പലത്തിലോട്ട് വന്നു. എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ ആദ്യമേ ഇനി അമ്പലത്തിലോട്ട് പോയിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ വീഡിയോസ് ഒന്നും അധികം കിട്ടിയിട്ടില്ല കേട്ടോ, എല്ലാം മിസ്സായിപ്പോൾ, കുറച്ചൊക്കെ മിസ്സായിപ്പോൾ. നമ്മൾ പോയി തൊഴുതിട്ട് നേരെ വന്ന് നല്ല ഉപ്പുമാവും പഴവും ഉണ്ടായിരുന്നു. അങ്ങനെ ഉപ്പുമാവും പഴവും മേടിച്ചു, കൂടെ നല്ല ചെറിയ ചൂടോടെ ചുക്ക് കാപ്പി ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. ഇവിടുത്തെ ഗുരുമന്ദിരം കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതിനേക്കായി കുറച്ചുകൂടെ വലിപ്പമൊക്കെയുള്ള നല്ല ഭംഗിയായിട്ടുള്ളൊരു അമ്പലമാണ്. മലയുടെ മുകളിലായിട്ടൊരു അമ്പലം എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അത്രയ്ക്കും ഭംഗിയായിട്ട് കാണാനൊക്കെ നല്ലതാണ്. പക്ഷെ അതൊന്നും എനിക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. അമ്പലത്തിൻ്റെ മാത്രമായിട്ട് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അമ്പലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കാണിക്കാം. പിന്നീട് വാർഷികത്തോടനുബന്ധിച്ച് മുഖ്യ അതിഥിയായിട്ട് എത്തിയത് നമ്മുടെ എല്ലാം പ്രിയതാരം ശ്രീ അഭിരാം രാധാകൃഷ്ണൻ സാറായിരുന്നു. പിന്നെ മുഖ്യ പ്രഭാഷകനായിട്ട് എത്തിയത് ശ്രീ NS സുമേഷ് കൃഷ്ണൻ സാറായിരുന്നു. കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ പങ്കാളിത്തം വഹിക്കുന്നവരൊക്കെ അണികരമേകിയണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എന്റെ ദൈവമല്ലോ. കുഴപ്പമില്ല. ഇത് എൻ്റെ ആദ്യത്തെ ഇന്റർ സ്റ്റേറ്റ് പരിപാടിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് കേരള സംസ്ഥാനത്തിൻ്റെ പുറത്ത് ഒരു പരിപാടിയിൽ അതിഥിയായിട്ടെത്തുക എന്നുള്ളത് ആദ്യത്തെ അനുഭവമാണ്. പ്രത്യേക നന്ദി അറിയിക്കുന്നു. നന്ദി. പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് ഉച്ചയോടായപ്പോഴത്തേക്കും വാർഷികത്തോടനുബന്ധിച്ച കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരുന്നു. പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള ക്യൂവിലായിരുന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ റിതം ഫിനാലെ തുടങ്ങുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു. ഉച്ചയൂണ് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ നാടൻ സദ്യ, ഇലയില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. സദ്യ അവിയലും സാമ്പാറും പുളിശ്ശേരിയും തോരനും അച്ചാറും അങ്ങനെ പപ്പടവും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ പ്രഥമനായിരുന്നു സ്പെഷ്യലായിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം സൂപ്പറായിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട്. നല്ല ഊണായിരുന്നു. ഊണ് കഴിക്കാനായിട്ട് എടുത്തു വെച്ചപ്പോഴാണ് വീഡിയോ പിടിച്ചില്ലെന്ന് ഓർത്തത്. അങ്ങനെ പോയി വീഡിയോ പിടിച്ചതിന് ശേഷമാണ് വന്ന് ഊണ് കഴിക്കാൻ. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ സുമേഷ് സാറിൻ്റെ കൂടെ കുറേ ഫോട്ടോസ്, പിന്നെ ഞങ്ങളുടേതായ കുറേ ഫോട്ടോസും കാര്യങ്ങളും. അത് കഴിഞ്ഞ് പിന്നെ ഫിനാലെ കാണാനായിട്ട് എല്ലാവരും വന്ന് വെയിറ്റിങ്ങിലാണ്. പിന്നെ എല്ലാ മത്സര ഇനങ്ങളൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല. കുറച്ച് പാട്ടുകളും കുറച്ച് ഡാൻസുകളും മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എല്ലാം ഒന്നിനൊന്നും മെച്ചപ്പെടുന്ന എല്ലാ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഡാൻസിന്റെ കാര്യം എടുത്തു പറയാനാണെങ്കിൽ എല്ലാ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഓരോ കുട്ടികളും അടിപൊളിയായിട്ട് ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് കളിച്ചത്. ഒരാളെയും താഴ്ത്തി പറയാനോ ഒന്നും പറ്റത്തില്ല. എല്ലാവരും ഒന്നിനൊന്നിനും മുകളിലാണെന്നേ എനിക്ക് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്കും ഗംഭീരമായിരുന്നു ഓരോ പ്രകടനങ്ങളും. ഗ്രൂപ്പ് ഡാൻസ് ആയാലും സോളോ ഡാൻസ് ആയാലും അതുപോലെ സോളോ സോങ്സും എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു. ജഡ്ജസ് തന്നെ അക്കാര്യം പറയുന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ മാർക്ക് വ്യത്യാസങ്ങളിൽ മാത്രമാണ് ഫസ്റ്റും സെക്കൻഡും തേർഡും എന്നൊക്കെ വന്നത്. അങ്ങനെ ഒരുപാട് നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാം. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.